ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ടോർക്ക് സ്ലിപ്പ് കർവ്, അല്ലെങ്കിൽ പറയുന്നത് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ ടോർക്ക് സ്ലിപ്പ് കർവ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ദി കർവ് ഡ്രോൺ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് സ്ലിപ്പ് ഓഫ് ദി മോട്ടോർ. ഇറ്റ് ഈസ് ദ കർവ് ഡ്രോൺ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് സ്ലിപ്പ് ഓഫ് ദി മോട്ടർ. നമ്മൾ ടോർക്ക് വൈ ആക്സിസിലും സ്ലിപ്പ് എക്സ് ആക്സിസിലും എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ, അതായത് ടോർക്കിനനുസരിച്ച് സ്ലിപ്പിനുള്ള മാറ്റം അല്ലെങ്കിൽ സ്ലിപ്പിനനുസരിച്ച് ടോർക്കിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ അനലൈസിങ്ങിനെയാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ടോർക്ക് നമ്മൾ വൈ ആക്സിസിലെടുക്കുന്നു, സ്ലിപ്പ് നമ്മൾ എക്സ് ആക്സിസിലെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യാം. സ്ലിപ്പ് ഇങ്ങനെ 0-യിൽ നിന്ന് നമ്മളിങ്ങനെ കൂട്ടി 1 എത്തുന്നത് വരെയുള്ള സ്ലിപ്പ്. നമ്മൾ സ്ലിപ്പിൻ്റെ അതിൻ്റെ ഒരു ടോളറൻസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. അതായത് 0% to 100% ആണ്. പെർസെൻറ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 to 100% ആണ്. അത് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 മുതൽ 1 വരെയാണ് നമ്മൾ സ്ലിപ്പിനെ എന്ത് ചെയ്യൽ, സ്ലിപ്പിൻ്റെ അളവ് നമ്മൾ കൂട്ടി കൊണ്ടുവരൽ. ഓക്കെ, നമുക്കറിയാം ഇനി സ്ലിപ്പ് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ടോർക്ക് ടോ ഈസിക്കൽ ടു K ഇൻറ്റു എസ് E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അണ്ടർ റണ്ണിങ് കണ്ടീഷനിലുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. ടോ ഈസിക്കൽ ടു K ഇൻറ്റു എസ് E2 സ്ക്വയർ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ സ്പീഡ്, നമ്മുടെ മോട്ടോറിൻ്റെ സ്പീഡും നമ്മുടെ സിങ്ക്രണസ് സ്പീഡും ഒരേ സ്പീഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് NR ഈസിക്കൽ ടു റോട്ടോർ സ്പീഡ് ഈസിക്കൽ ടു NS ആയി കഴിഞ്ഞാൽ, സിങ്ക്രണസ് സ്പീഡിൻ്റെ അതേ സ്പീഡിൽ നമ്മുടെ റോട്ടോർ കറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവിടെ സ്ലിപ്പ് ഈസിക്കൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ, നമുക്കറിയാം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി, അല്ലെങ്കിൽ സ്പീഡ് ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ദി റോട്ടോർ സ്പീഡ് ആൻഡ് സിങ്ക്രണസ് സ്പീഡ്. NR മൈനസ് NS അല്ലെങ്കിൽ NS മൈനസ് NR ആയിരുന്നു എന്ത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്ലിപ്പിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഡൗട്ടുള്ളവർ ഒന്നുകൂടി സ്ലിപ്പിൻ്റെ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. അതായത് ഇത് തമ്മിലുള്ള ഈ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസിനെയായിരുന്നു നമ്മൾ സ്ലിപ്പ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഇല്ല എങ്കിൽ പിന്നെ സ്ലിപ്പ് ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സിങ്ക്രണസ് സ്പീഡിൻ്റെ അതേ സ്പീഡിൽ NR ആയിക്കഴിഞ്ഞാൽ, അതായത് റോട്ടോർ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? സ്ലിപ്പ് ഡിഫറൻസ് ഇല്ല അല്ലേ, സ്പീഡ് ഡിഫറൻസ് ഇല്ല. സോ സ്ലിപ്പ് ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സ്ലിപ്പ് ഈസിക്കൽ ടു 0 ആകുമ്പം ടോർക്കും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? നമ്മളെ ഇക്വേഷൻ അനുസരിച്ച് സ്ലിപ്പിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഈസിക്കൽ ടു, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ടോർക്ക് ഈസിക്കൽ സ്ലിപ്പിൻ്റെ അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 ഇൻറ്റു എന്ന് വരുമ്പോൾ നമുക്കറിയാം അത് 0 ആയിരിക്കും. അപ്പോൾ ടോർക്ക് ഈസിക്കൽ ടു 0 ആയിരിക്കും. അപ്പം S ഈസിക്കൽ ടു 0 ആകുമ്പം ടോർക്ക് ഈസിക്കൽ ടു 0 ആയിരിക്കും. അതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്ലിപ്പ് അല്ലെങ്കിൽ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങുന്നത് ഒറിജിനിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ, S ഈസിക്കൽ ടു 0 ആയിരിക്കുമ്പോൾ ടോർക്ക് ഈസിക്കൽ ടു 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ഒറിജിനിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ റോട്ടോർ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മളിങ്ങനെ ലോഡ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാമെന്ന് കൂട്ടൂ. നിങ്ങൾ ലോഡ് ഇങ്ങനെ കൂട്ടുകയാണ്. അതായത് ലോഡ് കൂട്ടുക, നമുക്കറിയാം ഒരു റൊട്ടേറ്റിംഗ് എന്തായിക്കോട്ടെ, ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ഫാൻ, നമ്മളിങ്ങനെ ഒരു ഫാന് കറങ്ങുമ്പോൾ ആ ഫാനിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ സ്പീഡ് എന്താവും? കുറയും അല്ലേ. ആ വെയിറ്റ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ആ ഫാനിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതും നമുക്ക് കാണാം. അതായത് നമ്മൾ ഒരു സംഭവത്തിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസിന് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലോഡ് എന്താവും?
അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോറിന് ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്താവും, സ്പീഡ് കുറയും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ലോഡ് ഇങ്ങനെ പതുക്കെ കൂട്ടി കൊടുക്കും. നമ്മൾ ഇൻ ടേംസ് ഓഫ് ലോഡാണ് ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ലോഡിൻ്റെ അളവ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. വെൻ ദി ലോഡ് ഇൻക്രീസസ്, നമുക്കറിയാം സ്പീഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ NR എന്ന് പറയുന്ന റോട്ടോർ സ്പീഡ് എന്താവും, ഡിക്രീസ് ചെയ്യും. കാരണം പറഞ്ഞല്ലോ, അപ്പോൾ ലോഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്പീഡ് കുറയും, റോട്ടോർ സ്പീഡ് കുറയും, അതായത് NR കുറയും. NR കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലിപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. റോട്ടോർ സ്പീഡ് കുറയുക എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് കൂടുകയാണ്, സ്ലിപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ അറ്റ് ലോ സ്ലിപ്പ്, നമുക്കറിയാം ലോ സ്ലിപ്പ് അതായത് സ്ലിപ്പ് ജസ്റ്റ് ഒരു 0.2 അല്ലെങ്കിൽ 0.1 അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, നമ്മുടെ ഇക്വേഷൻ ടോ ഈസിക്കൽ ടു നമുക്കറിയാം SE2 സ്ക്വയർ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ ആണ്. ഇനി നമ്മൾ സ്ലിപ്പ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്, ചെറിയ സ്ലിപ്പ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. SE ഒരു 0.1 ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമുക്കറിയാം ഈ SX2 സ്ക്വയർ എന്നുള്ള ഈ ടേം, SX2 ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ടേം ഉണ്ടല്ലോ, ആ ടേം ഈ സ്ലിപ്പ് വളരെ വെരി ലോ ആണ് സ്ലിപ്പ്. അപ്പോൾ ഈ ടേം എന്ത് ചെയ്യും, കമ്പാരിറ്റീവ്ലി വെരി ലോ ആകും. ഏതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ R2 സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലിപ്പ് വളരെ കുറവായതുകൊണ്ട് SX2 ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ടേം എന്തായിരിക്കും, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. നമ്മൾ R2മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ SX2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇവിടെ സ്ലിപ്പ് നമ്മൾ വെരി ലോ ആണ് കൊടുക്കുന്നത്. ഒരു 0.1 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം വളരെയധികം എന്താവും, കുറയും. കമ്പയർഡ് ടു R2നെ അപേക്ഷിച്ച് വളരെയധികം കുറയും. വളരെയധികം കുറയുകയാണെങ്കിൽ നമുക്ക് ആ ടേമിനെ നമുക്ക് എന്തായിരിക്കാം, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. നെഗ്ലക്റ്റ് ചെയ്യുമ്പം ഈ ഇക്വേഷൻ എന്താവും, ടോ ഈസിക്കൽ ടു SE2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ അടിയിൽ R2 സ്ക്വയർ മാത്രം വരും. R2 സ്ക്വയർ ഇവിടെ ഒരു R2 ഉണ്ട്, ഇവിടെ ഒരു R2 ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ E2 അല്ലെങ്കിൽ E2 എന്നൊക്കെ പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, ടോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് എന്ന് കിട്ടും. അറ്റ് ലോ സ്ലിപ്പ് കിട്ടും. സ്ലിപ്പ് നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെരി ലോ സ്ലിപ്പിൽ, അതായത് SE 0.1 0.2 ഒക്കെ ആവുന്ന കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ടോർക്ക് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പാണ്. അതായത് നമുക്ക് ടോർക്ക് നമ്മൾ എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് നമ്മളെ സ്ലിപ്പും കൂടുന്നു. അതായത് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ലോ സ്ലിപ്പിൽ എന്തായിരിക്കും, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതായത് ഇത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലിപ്പും കൂടുന്നു, ടോർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പ് കൂടുന്നു. അപ്പോൾ ഏതുപോലെ വരും, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് ലോ സ്ലിപ്പ് റേഞ്ച്. അപ്പോൾ അതൊന്നിങ്ങനെ 0.1 0.2 0.3 0.4 ഇങ്ങനെ വരികയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടോർക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. അപ്പോൾ ലോ സ്ലിപ്പ് കണ്ടീഷനിൽ ഈ റീജിയൻ എന്താണ്, ഒരു സ്ട്രൈറ്റ് ലൈനാണ് അല്ലേ. സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, നമ്മുടെ ടോർക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും സ്വാഭാവികമായിട്ടും. അങ്ങനെ നമ്മൾ കൂട്ടി ലോഡ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. ലോഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, സ്പീഡ് വീണ്ടും കുറയും. അപ്പോൾ സ്പീഡ് വീണ്ടും കുറയുക എന്ന് പറയുമ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്തിട്ട് സ്പീഡ് കുറഞ്ഞാൽ സ്ലിപ്പ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്ലിപ്പ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. സ്ലിപ്പ് എന്താണ്, സ്പീഡ് കുറയുമ്പോൾ, റോട്ടർ സ്പീഡ് കുറയുമ്പോൾ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താ, നമുക്കറിയാം സ്ലിപ്പിൻ്റെ ഇക്വേഷൻ SE എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ്, NS മൈനസ് NR ആണ് അല്ലേ. അപ്പോൾ സ്പീഡ് കുറയുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സ്ലിപ്പ് കൂടുകയാണ്. കാരണം NR കുറയുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറയുക എന്ന് പറഞ്ഞാൽ, റോട്ടറിൻ്റെ സ്പീഡ് കുറയുക എന്ന് പറഞ്ഞാൽ NR കുറഞ്ഞ് വരുന്നതനുസരിച്ച് S കൂടി വരും. കാരണം NS NRൻ്റെ അളവ് കുറയുമ്പോൾ NS നിന്ന് അധികം കുറക്കാനുണ്ടാവില്ല. അപ്പോൾ NS 1500 ആണെന്ന് കൂട്ടൂ നിങ്ങൾ. അപ്പോൾ SE എന്ത് വരും, 1500 മൈനസ് NR നമ്മൾ ഒരു 1200 ആണെന്ന് കൂട്ടുക. ഇപ്പോൾ ഇതിൻ്റെ SE എടുത്ത് കിട്ടും, നമുക്ക് 300 ആണ് കിട്ടുക. വീണ്ടും ഈ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാലോ 1000 കൊടുത്തു എന്ന് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ SE എന്തായി, 500 ആവും. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ NR സ്പീഡ് കുറയുന്നതിനനുസരിച്ച് സ്ലിപ്പ് കൂടുന്നു. അത് നമുക്ക് SE NS മൈനസ് NR ഡിവൈഡ് ബൈ NSE എന്നുള്ള നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ,
ഏതായാലും അതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ലിപ്പ് ഇങ്ങനെ കൂടി വരും. അങ്ങനെ സ്ലിപ്പ് കൂടി കൂടി ഒരു മിഡ് റേഞ്ച് എത്തി, S=SM എന്നുള്ള ഒരു മിഡ് റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കൽ? നമുക്കറിയാം S=R2/X2 എന്നുള്ള കണ്ടീഷന് ഈ ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞാൽ S=R2/X2. ഇതെപ്പോഴാണ് S=R2/X2 എത്തൽ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മാക്സിമം ടോർക്ക് ആകുമ്പോഴുള്ള സ്ലിപ്പാണ് S=R2/X2. അതിനെ നമ്മൾ A എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ മാക്സിമം ടോർക്ക് ആകുമ്പോഴുള്ള സ്ലിപ്പാണ് എന്ത്? S=R2/X2 എന്ന് പറയുന്നത് മാക്സിമം ടോർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടി അല്ലേ? അങ്ങനെ എസ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടി കൂടി വന്ന് ടോർക്ക് മാക്സിമത്തിലെത്തി. അപ്പോൾ ടോർക്ക് മാക്സിമത്തിലെത്തുമ്പോൾ ഉള്ള എസിൻ്റെ ഇക്വേഷൻ, സ്ലിപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? S=A എന്താണ്? R2/X2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ടോർക്ക് മാക്സിമം എത്തി. ഈ മാക്സിമം ടോർക്കിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. എന്താണ്? ബ്രേക്ക് ഡൗൺ ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് പുൾ ഔട്ട് ടോർക്ക്. അപ്പോൾ രണ്ട് പേരാണുള്ളത്. ഒന്ന് ബ്രേക്ക് ഡൗൺ ടോർക്ക്, മാക്സിമം ടോർക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഒന്നുകിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, ഇനിയും നമ്മൾ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതായത് ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഇനിയും ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ സ്പീഡ് കുറയും. ഇനിയും ലോഡ് ഇൻക്രീസ്, അതായത് മാക്സിമം ടോർക്ക് എത്തിയതിന് ശേഷം മാക്സിമം ടോർക്ക് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? സ്പീഡ് ഡിക്രീസ് ചെയ്യും, NR ഡിക്രീസ് ചെയ്യും. ഓക്കെ, NR ഡിക്രീസ് ചെയ്യും, സ്ലിപ്പും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. NR ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ടോർക്കിന് എന്താണ് സംഭവിക്കുന്നത്? ടോർക്ക് ഡിക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മാക്സിമം ടോർക്ക് എത്തുന്നത് വരെ എന്തായിരുന്നു? സ്ലിപ്പ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ആയിരുന്നു. എന്നാൽ മാക്സിമം ടോർക്കിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? സ്ലിപ്പ് ഇൻക്രീസ് ചെയ്താലും ടോർക്ക് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, നോക്കൂ നിങ്ങൾ, നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ K/SE2² R2/R2² + SX2² ആയിരുന്നു. അപ്പോൾ സ്ലിപ്പ് കൂട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ഈ ഒരു ടേം ഉണ്ടല്ലോ SX2² എന്നുള്ളത്, അത് വലിയൊരു ടേമായിട്ട് മാറും. ഈ എസിൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ SX2² എന്നുള്ളത് വലിയ ടേമാണ്. അപ്പോൾ നമുക്ക് ഇത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ SX2² എന്നുള്ള ടേം വെരി മച്ച് ലാർജ് ആയിക്കാരം കമ്പയർഡ് ടു R2നെ അപേക്ഷിച്ച് എസ് കൂട്ടിക്കഴിഞ്ഞാൽ R2നെ അപേക്ഷിച്ച് SX2² എന്നുള്ള ടേം എന്താവും? ഒരു വലിയ ടേം ആയിരിക്കും, വെരി ലാർജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് R2നെ നെഗ്ലക്റ്റ് ചെയ്യാം. SX2² എന്നുള്ളത് വലിയ വാല്യൂ ആയി, എസ് എന്നുള്ളത് നമ്മുടെ S= വലിയ വാല്യൂ വന്നു കഴിഞ്ഞാൽ, ഹൈ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ SX2² എന്നുള്ള ടേം വലുതായിരിക്കും കമ്പയർഡ് ടു R2. അപ്പോൾ നമുക്ക് R2 എന്നുള്ള ആ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാം? R2² എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രക്കും ചെറിയ വാല്യൂ ആയിരിക്കാം. SX2² അപേക്ഷിച്ച് R2² എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ SX2² നമുക്കൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 1000 കിട്ടിയെന്ന് കൂട്ടുക. R2ൻ്റെ വാല്യൂ 2 or 3 ആണെന്നുണ്ടെങ്കിൽ അപ്പം 1000 + 2 എന്നുള്ള പറയുന്നത് നമുക്ക് 2നെ നമുക്ക് ഒഴിവാക്കാം, 1000 എന്ന് എഴുതിയാലും മതി. അതുപോലെയാണ് SX2² വലിയ വാല്യൂം R2 ചെറിയ വാല്യൂ ആയി കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ്ലി വെരി ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് R2നെ ഒഴിവാക്കാം. അപ്പോൾ ഹൈ സ്ലിപ്പിൽ എന്താണ്? SX2² എന്നുള്ള ആ ഒരു ടേം വളരെ വലുതായിരിക്കും. സോ നമുക്ക് R2 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താവും? K/SE2² R2/ അടിയിൽ SX2² എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ S2² ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു S ബാക്കിയാവും. SX2² എന്നുള്ളതിന് S² × S² എന്ന് എഴുതിയാൽ ഒരു S ഇവിടെ ബാക്കിയാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള X2 R2 എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ S വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/s എന്ന് കിട്ടുന്നു. കാരണം ഇവിടെ ഒരു sx2² ആകുമ്പോൾ s²(x²) എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ എസ്സും ഇതിലുള്ള ഒരു എസ്സും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അടിയിലൊരു എസ്സാണ് ബാക്കിയാകുക. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കത് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ടേമിനൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ടോ ഡയറക്റ്റ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/s എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. അതായത് ഹൈ സ്ലിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ടോർക്കിനെ അല്ലേ. ഹൈ സ്ലിപ്പ് കൂടിക്കഴിഞ്ഞാൽ ടോർക്ക് കുറയും. ടോർക്ക് ഹൈ സ്ലിപ്പായി കഴിഞ്ഞാൽ അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിറ്റി ആണ് അല്ലേ. സ്ലിപ്പ് കൂടിക്കഴിഞ്ഞാൽ ടോർക്ക് കുറയും. എപ്പോൾ? ഹൈ സ്ലിപ്പ് ആകുമ്പോൾ. അതാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്. ഹൈ സ്ലിപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ സ്ലിപ്പ് ഇങ്ങനെ നമ്മൾ കൂട്ടി കൊണ്ടുവന്ന് സ്ലിപ്പ് ഇവിടെ കൂട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ മാക്സിമം ടോർക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ R2/x2 ആണ്. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ x(x2)² എന്നുള്ള നമ്മുടെ ടോർക്കിലെ ഇക്വേഷനിലെ ഈ ഒരു ടേം എന്താവും? വളരെയധികം കൂടുതലാവും. അതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ മാക്സിമം ടോർക്കിന് ശേഷം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് നമ്മുടെ സ്ലിപ്പും ടോർക്കും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വേവാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. അപ്പോൾ ഈ റീജിയനെ പറയുന്ന പേരാണ് മാക്സിമം ടോർക്ക് മുതൽ ഇവിടെ നമ്മൾ ഈ 1/s എത്തുന്നത് വരെയുള്ള ഈ ഒരു ഇത് എത്തുന്നത് വരെയുള്ളതിനെ നമ്മൾ അൺസ്റ്റേബിൾ റീജിയൻ എന്നാണ് പറയുക. അതുപോലെ 0 സ്ലിപ്പ് മുതൽ മാക്സിമം ടോർക്ക് വരെ നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ സ്റ്റേബിൾ റീജിയൻ എന്ന് പറയും. ഈ സംഭവം സ്റ്റേബിൾ റീജിയനും ഇതിനെ അൺസ്റ്റേബിൾ റീജിയനും ആണെന്നാണ് പറയുക. അതേപോലെ മാക്സിമം ടോർക്കിനെ പറയുന്നത് പേരാണ് ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കറിയാം, ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോർക്ക് vs സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു s=0 ആകുമ്പോൾ nr എന്തായിരിക്കും? s=0 ആകുമ്പോൾ nr ns ആയിരിക്കും. s=0 ആയിരിക്കുമ്പോൾ nr ns ആയിരിക്കും. ഓക്കെ, അങ്ങനെ അതായത് നമ്മൾ സ്ലിപ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? nr അതിൻ്റെ ഇൻവേഴ്സായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്ലിപ്പ് കുറയുന്നതിനനുസരിച്ച് nr കൂടിക്കൊണ്ടിരിക്കുകയും സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് nr അതായത് റോട്ടോർ സ്പീഡ് സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നത്. നേരെ ഇങ്ങോട്ട് നമ്മൾ nr വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വരച്ച ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിട്ടുക. എങ്ങനെ കിട്ടും? ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ കിട്ടും. ഇതിൻ്റെ ജസ്റ്റ് ഉൾട്ട. ഓക്കെ, അതായത് ടോർക്കും സ്പീഡും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പിൻ്റെ നേരെ ഉൾട്ട. കാരണം എന്താ? സ്ലിപ്പിൻ്റെ നേരെ ഇൻവേഴ്സാണ് ശരിക്കും എന്ത്? സ്പീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ലോഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറയും, അപ്പോൾ സ്ലിപ്പ് കൂടും. സ്പീഡ് കുറയുമ്പോഴാണ് സ്ലിപ്പ് കൂടുന്നത്. ഓക്കെ, അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തന്നു. s=ns - nr എന്നാണ് അല്ലേ. അതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ nr കുറയുന്നതിനനുസരിച്ച് സ്ലിപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ടോർക്കും സ്പീഡും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ കർവ് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ ഇപ്പോൾ കണ്ട കർവിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. അതായത് ഇവിടെ ഒറിജിനിൽ തുടങ്ങി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത്രയുമാണ് ടോർക്ക് സ്ലിപ്പ് കർവും ടോർക്ക് സ്പീഡ് കർവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി s=1 ആയിരിക്കുമ്പോഴുള്ള നമുക്കറിയാം s=1 ആയിരിക്കുമ്പോഴുള്ള ടോർക്കിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞിരുന്നത്. s=1 ആയിരിക്കുമ്പോൾ അല്ലേ, സ്ലിപ്പ് 1 ആയിരിക്കുമ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനാണ്. s=1 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ വരുന്നതാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈ ഒരു ഡയഗ്രത്തിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ s=1 ഇവിടെയാണ് അല്ലേ. s=1 നേരെയുള്ള ടോർക്ക് ഏതാണ്? s=1 ആയിരിക്കുമ്പോഴുള്ള ടോർക്ക് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ടി സ്റ്റാർട്ട് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഫുൾ ലോഡ് ടോർക്ക് എന്തായിരിക്കും? മാക്സിമം ടോർക്കിൻ്റെയും സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെയും ഇടയിലായിരിക്കും ഫുൾ ലോഡ് ടോർക്ക്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇതിട്ടിട്ട് TFL എന്ന് എഴുതിയാൽ ഫുൾ ലോഡ് ടോർക്കായി. ഇത് TM എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്ക്. അപ്പം ഒന്നുകൂടി പറയാം, s=1 ആയിരിക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. s=1 ആയിരിക്കുമ്പോഴുള്ള ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ അപ്പോൾ ഇവിടെ ആയിരിക്കും
TST എന്ന് എഴുതുക, സ്റ്റാർട്ടിംഗ് ടോർക്ക്. അതേപോലെ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെയും മാക്സിമം ടോർക്കിൻ്റെയും ഇടയിലായിരിക്കും. അത് നമ്മൾ TFL എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോർക്ക് സ്ലിപ്പ് കർവ് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് ടോർക്ക് സ്ലിപ്പ് കർവ് ചോദിച്ചാൽ ഈ കർവാണ് വരക്കേണ്ടത്. അതേപോലെ ടോർക്ക് സ്പീഡ് കർവാണ് ചോദിക്കുന്നത് എങ്കിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ തുടങ്ങിയത് ഇവിടുന്ന് തുടങ്ങുന്നു, ഇവിടെ അവസാനിച്ചത് ഇവിടെ അവസാനിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. കാരണം എന്താ, സ്ലിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് NR. ഇനി നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി ഒരുമിച്ചാണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ഇവിടെ ടോർക്ക്, രണ്ടിനും ടോർക്ക് Y ആക്സിസിലാണ് എടുക്കുന്നത്. ഇവിടെ SC സ്ലിപ്പാണ് എടുക്കുന്നത് എങ്കിൽ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ ഇവിടെ NR എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് ഒരു ആരോ ഇട്ടാൽ മതി അല്ലേ. കാരണം എന്താ, സ്ലിപ്പ് ആണെങ്കിൽ ഇങ്ങോട്ടാണ്, സ്ലിപ്പ് ഇങ്ങോട്ടും NR ഇങ്ങോട്ടും ഇട്ടാൽ മതി. കാരണം എന്താ, സ്ലിപ്പ് ഇങ്ങോട്ടാണ് കൂടുന്നത്, സ്ലിപ്പ് അങ്ങോട്ട് കൂടുമ്പോൾ NR ഇങ്ങോട്ടാണ് കൂടുന്നത്. ഓക്കെ, അതായത് രണ്ടും ഇൻവേഴ്സ്ലി ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ. അപ്പോൾ NRൻ്റെ ഗ്രാഫ് എന്താവും, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആവും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയുമാണുള്ളത്, വളരെ സിമ്പിളാണ്. ഓക്കെ.